യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ സെപ്റ്റംബർ 2025 ഈ മാസത്തിലെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് ആണ്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. 21-ാം തീയതി വരെയും ഡിസ്കൗണ്ട് അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞാൽ കിട്ടുകയില്ല. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും എല്ലാ മാസവും ഡിസ്കൗണ്ട് എടുക്കുന്ന ആൾക്കാരും എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ വ്യക്തിയിൽ പ്രവർത്തിക്കുവാൻ പോകുന്നു. അതിലൂടെ ഒരുപാട് വഴിത്തിരിവുകൾ ഈ പ്രണയബന്ധത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പം ആക്ച്വലി അങ്ങനെ ഒരു സ്പെഷ്യൽ എനർജി നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വരുമോ? അങ്ങനെ ആ ഒരു എനർജി വന്നാൽ തന്നെ അത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും പോസിറ്റീവായി മാറുമോ? ഈ പ്രണയബന്ധത്തിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളെ തേടി എന്ത് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ, അത് സന്തോഷമാകാം, എന്തും ആകാം, എന്താന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പൊ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു എനർജി നമുക്ക് അവസാനം എടുക്കാം. നമുക്ക് ആദ്യം ഈ ഒരു 5 കാർഡ്സ് എടുക്കാം. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് എനർജിയിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഹീലിംഗ് ഹാവേഴ്സ് ആണ്. ഇവിടെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സമരങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളെ സ്വന്തമാക്കുന്നതിനായിരിക്കാം, നിങ്ങളുമായിട്ടുള്ള ഒരു എന്താ പറയുക, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് എതിർക്കുന്ന ആൾക്കാർ ഒരുപാടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതിപ്പോ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, അതായത് ഈ വ്യക്തി വളരെ പാവാണ്. അതായത് ഈ വ്യക്തിയുടെ വീട്ടുകാരിൽ നിന്നായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നായിക്കോട്ടെ, ഒക്കെ എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങളും അല്ലെങ്കിൽ എതിർപ്പുകളും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, ഡിഫറൻസസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് എതിർപ്പുകളുണ്ട്. അതൊരു നിസ്സാരമായിട്ടുള്ള എതിർപ്പോ കാര്യങ്ങളോ അല്ല. സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്ന നിങ്ങളുടെ രണ്ടുപേർക്കും ഇടയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു വിഷയമല്ലായിരിക്കാം. അതങ്ങനെയാണല്ലോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധമായിട്ട് കാണുന്നത് നിങ്ങളുടെ പ്രണയം മാത്രമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗം വെച്ച് നോക്കുമ്പോൾ അതൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗം നോക്കുമ്പോൾ അതായിരിക്കാം ശരി, നിങ്ങളുടെ ഭാഗം നോക്കുമ്പോൾ ഇതായിരിക്കാം ശരി. മനസ്സിലായോ? ഇപ്പൊ രണ്ടുപേരുടെയും ഭാഗം പറയുന്ന, രണ്ടുപേരുടെയും പക്ഷം പറയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ദ എംപറർ എനർജിയാണ്. അതായത് ഈ പേഴ്സൺ ഒരു ലീഡർഷിപ്പ് റോളിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇപ്പൊ പ്രൊഫഷൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം കഴിവുറ്റ അല്ലെങ്കിൽ വളരെ കഴിവൊക്കെയുള്ള വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ പോലീസ് ആയിരിക്കാം, ആർമി ഓഫീസർ ആയിരിക്കാം, പ്രിൻസിപ്പൽ, ആ ഒരു കുറച്ച് ഹൈ പൊസിഷനിൽ പ്രൊഫസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു ജോലിക്കാരൻ, സാധാരണ ഒരു ഓർഡിനറി ജോബ് ആണെങ്കിൽ പോലും, ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും അവിടെ ജീവിതത്തിന് വളരെയധികം അടുക്കും ചിട്ടയും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു ലെവൽ, അതായത് താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സീരിയസ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരിക്കാം, എന്താ പറയാ, ഭയങ്കര ഒരു ഇതൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ എന്താന്ന് വെച്ചാൽ ചില സമയത്ത് ഈ പേഴ്സൺ വളരെയധികം സ്റ്റണ്ടർഡായി എക്സോസ്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. കാരണം ഈ പേഴ്സണും ഈ പേഴ്സന്റെ വീട്ടുകാരായിട്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരായിട്ടോ ഫൈറ്റിങ്ങിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ടും ഈ പേഴ്സൺ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന
ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ചില സമയത്ത് ഈ വ്യക്തിക്ക് മടുപ്പ് തോന്നിക്കുന്നുണ്ട്, ഈ വ്യക്തി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ടയേർഡ് ആകുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഒരു ക്ഷീണിതനാകുന്നുണ്ട്. ആ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പൂർവാധികം ശക്തിയോടുകൂടി ഈ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് സ്വന്തമായിട്ട് തന്നെ ചാർജ് ചെയ്ത് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു സത്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ആ ഒരു കാര്യത്തിന് വേണ്ടി പോരാടുകയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേപോലെ ഇമോഷണലി അവൈലബിൾ ആകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരാവണ്ണം മര്യാദക്കൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതൊരു പക്ഷെ നിങ്ങൾ രണ്ടുപേര് ലവേഴ്സ് ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല മര്യാദക്ക് ഈ പേഴ്സൺ ആയിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാനും സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ ലവേഴ്സ് അല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ രണ്ടുപേരുടേതായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് പ്രൈവസിയോട് കൂടി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും ഇവിടെ നിങ്ങൾക്കിടയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ റിലേഷൻഷിപ്പിലായി, ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും നോ കോണ്ടാക്ട് ആയി, വീണ്ടും ബ്രേക്കപ്പ് ആയി, അങ്ങനെ റിലേഷൻഷിപ്പ് ആയി ഉടനെ തന്നെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി ഇങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കണക്ഷൻ എന്ന്. പക്ഷേ അത് നിങ്ങൾ തുടക്കത്തിലേ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് എങ്ങനെയൊക്കെ നോക്കിയിട്ടും മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഈ വിഷമങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള വിഷമം നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാണ് അത് അനുഭവിക്കുന്നത്. ഈ പേഴ്സണോട് പറയാൻ പറ്റുന്നില്ല, മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല. ഈ പേഴ്സന്റെ സിറ്റുവേഷൻ അത് തന്നെയാണ്. നമുക്കിവിടെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു രാജാവിനെയാണ് കാണിക്കുന്നത്. മൂർച്ചേറിയ വാളുണ്ട്, ഒരു രാജ പദവിയിലൊക്കെയാണ് ഇരിക്കുന്നത്, അല്ലേ? അത് ഭയങ്കര ലക്ഷറി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ ആള് എന്താണ്, താടിക്കും കൈയും കൊടുത്ത് വിഷമിച്ചിരിക്കുകയാണ്. കാരണം ബിക്കോസ് പേഴ്സണൽ ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി ജേർണി ആണ്. ഇത് മേ ബി ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് പരസ്പരം നിങ്ങൾ രണ്ടുപേരും കാണണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ വീട് അടുത്താണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തായിരിക്കാം. പെട്ടെന്ന് അങ്ങോട്ട് ഓടി വരാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരിക്കാം. ചിലപ്പോൾ ഫോണിൽ കൂടെ മാത്രം പോസിബിൾ ആകുന്ന ഒരു കണക്ഷൻ ആയിരിക്കാം. ഇപ്പൊ ഫോണിൽ കൂടെ ആണെങ്കിൽ പോലും അത് അത്രയും അങ്ങോട്ട് ഫ്രീഡത്തോടു കൂടി, സ്വാതന്ത്ര്യത്തോടു കൂടി പോലും അത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ജേർണിയാണ്. അതായത് ഇപ്പൊ നിങ്ങളായിട്ട് നേരിട്ട് കാണാൻ, സംസാരിക്കണം, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അവിടെ ഒരു ട്രാവലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു യാത്ര ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു എനർജി കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് കാണുന്നത് വല്ലപ്പോഴും ആണ്, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതിന്റെ ആ ഒരു സുഖം അല്ലെങ്കിൽ സന്തോഷം അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അത് ഉറപ്പായിട്ടും ചിലപ്പോൾ എന്താ പറയാ, ഫോണിൽ കൂടെ സംസാരിക്കുന്നത് പോലും നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പരിധി വിട്ടൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കാം, നിങ്ങൾക്ക് പ്രൈവസി ഇല്ലായിരിക്കാം. അപ്പോൾ ഇതെല്ലാം കൊണ്ടും നിങ്ങൾ രണ്ടുപേരും വളരെയധികം എക്സോസ്റ്റഡ് ആണ്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒറ്റപ്പെട്ടാണ്. നിങ്ങൾ എവിടെയാണോ രണ്ട് തലങ്ങളിൽ നിൽക്കുന്നത് അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നേരെ എഴുതിയേക്കണം എന്താന്ന് നോക്കാം. പേഴ്സണൽ ഓർ പ്രൊഫഷണൽ കണക്ഷൻസ് ആണ്. ഒരുപാട് കണക്ഷൻസ് ഇവിടെ പോസിബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഈ പേഴ്സന്റെ എനർജിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല്, ഇപ്പോൾ ഈ പേഴ്സൺ ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രൊഫസറോ അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡ് ആയിരിക്കാം, മെഡിക്കൽ ഫീൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്തായിരിക്കാം. ഒരുപാട് ആൾക്കാർ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആൾക്കാർ. ഇപ്പം വീട്ടുകാരെ വെച്ച് നോക്കുകയാണെങ്കിലും ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ എപ്പോഴും ഈ പേഴ്സന്റെ കൂടെ ഉള്ളതായിട്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു
പ്രൈവസി ഇല്ലാത്ത, തൻ്റേതല്ലാത്ത ഒരു തൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസിലേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ സറൗണ്ടഡ് ബൈ ദിസ് ഹിം ഓർ ഹെർ വാട്ട് എവർ ഇറ്റ് ഇസ്. അതായത് ഈ പേഴ്സന്റെ ചുറ്റിനും അങ്ങനെ ഒരുപാട് എനർജീസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ പേഴ്സന്റെ എനർജി എവിടേക്കോ ഡ്രെയിൻ ആയി പോകുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കാരണം കൂടുതൽ സമയം ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേക സമയം, എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു ഓവറോൾ എനർജി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് വരികയാണെങ്കിൽ കോളാണ് കിട്ടിയിട്ടുള്ളത്. വെരി പോസിറ്റീവ് ആൻഡ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. ദാറ്റ് മീൻസ് ഇത് നമുക്കൊരു ഓവറോൾ എനർജി ആയിട്ട് റാൻഡം ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും കോൾ എനർജിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പലപ്പോഴും വിളിക്കുന്നത് പോലുമില്ല നിങ്ങൾക്കിടയിൽ, ഒരു വിളി പോലും, ഒരു ഫോണിൽ കൂടെയുള്ള ഒരു സംഭാഷണം പോലും നിങ്ങൾക്കിടയിൽ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ ഇപ്പോൾ വ്യക്തമായും അറിയാൻ പറ്റി. ഒരു ഫോൺ വിളി പോലും എന്താ പറയാ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു ഫ്രീഡം ആയിട്ട് സംസാരിക്കാൻ പോലും എന്താണ് അതായത് ഫ്രീഡം ആയിട്ട് പോലും ഇവിടെ നിങ്ങൾക്ക് ഒരു ഓൺലൈനായിട്ടോ ഓഫ്ലൈൻ പറയേ വേണ്ട, പക്ഷെ ഓൺലൈനായിട്ട് പോലും നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്കൊരു കോള് പ്രതീക്ഷിക്കാം ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ബിക്കോസ് ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോയും കൂടിയാണ്. നമ്മളത് പ്രത്യേക എനർജിയും കൂടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു റീഡിങ്ങും കൂടിയാണ്. ഈ റീഡിങ്ങിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. എനിവേ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അത് ഉറപ്പായിട്ടത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇതൊരു കോളിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കോളൊക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇനി അതല്ല, വല്ലപ്പോഴും ജസ്റ്റ് ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് മാത്രം അയക്കുന്ന രീതിയാണെങ്കിലും ഇവിടെ ഒരു കോള് പ്രതീക്ഷിക്കാം. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. ആൻഡ് ഓൾസോ എന്താണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉള്ള ഒരു എനർജി? യെസ്, സ്കൈ ഫാദർ, ട്രസ്റ്റ് ഇൻ ദ അൺനോൺ. യെസ്, ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും കൺമുന്നിൽ നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളും ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യവും നിങ്ങളുടെ കൺമുന്നിൽ ഇല്ലായിരിക്കാം. പക്ഷെ ഇവിടെ കാണാത്തതിനെ വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. അതായത് കാണാത്തതിന്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാനും അനുഭവിച്ചറിയാനും പറ്റാത്ത ഒരു അദൃശ്യ ശക്തിനെ വിശ്വസിക്കാനാണ് പറയുന്നത്. ഇത് യൂണിവേഴ്സിന്റെ നേരിട്ട് വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണിത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ സ്കൈ ഫാദർ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, അത് നിങ്ങളുടെ ആകാം, നിങ്ങളുടെ പേഴ്സന്റെ ആകാം, പൂർവികര്, അത് കൂടുതൽ അച്ഛൻ, മുതുമുത്തശ്ശൻ, വല്ലിച്ചൻ, അങ്ങനത്തെ ആൾക്കാരുടെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മേ ബി അവർക്ക് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രിയപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകാം ഇവരുടെയൊക്കെ മുഖം. ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അല്ലെങ്കിൽ എൽഡർ ആയിട്ടുള്ള ഫാദർ, അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, വല്ലിച്ചൻ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ ഇവരൊക്കെ ആയിട്ട് ചിലപ്പോൾ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ നിങ്ങളെ നോട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അങ്ങനത്തെ ഒരു ആൻസിസ്റ്റേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്, വളരെ നല്ലത്. അതുപോലെ തന്നെ വേർത്ത് ആണ്. കാരണം നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം പലപ്പോഴും മനസ്സിലാകാതെ പോയത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ചില സമയത്ത് സ്റ്റണ്ടഡ് ആയി നിന്ന് പോയത്, അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആയത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പ്രണയം, അല്ലെങ്കിൽ സ്നേഹം, പരിഗണന, ഈ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ലായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിന്നും. നിങ്ങളുടെ അഭിമാനം വരെ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പുറകെ പോയി മതിയായിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ആ ഒരു സെൽഫ് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ലവ്, കെയറിങ്, കമ്പാഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ ഒരു 100 മടങ്ങായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സും കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട, ഒരു മിതമായ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോൾ ഒന്നും ചിന്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്പർ 12 കിട്ടിയിട്ടുണ്ട്. ടു ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ഇൻ ലവ്, ബീച്ച്, സൗദി അറേബ്യ, കുവൈറ്റ്, അവിടെയൊക്കെ ആയിരിക്കാം വർക്ക് ചെയ്യുന്നത്. വെഡ്നസ്ഡേ, തായ്ലൻഡ്, ആൻഡ് ഓൾസോ ദ ടോറസ്, നേവി.
ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ സെപ്റ്റംബർ മാസത്തിൽ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.